Hello. Today's topic is octahedral stresses. This is part of the course on advanced mechanics of solids for the S4 mechanical under KTU syllabus. So before going into octahedral stress, we should know what is an octahedron. This figure shows an octahedron, which is a solid consisting of 8 identical equilateral triangular faces. 8 faces ഉണ്ട്. ഓരോന്നും equilateral triangles ആണ്. That means all the edges of this object are having same dimensions. അതാണ് octahedronന്റെ speciality. This is one such triangle. ഇതുപോലെ 8 triangles ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 8 ട്രയാങ്കിൾസും റെഫറൻസ് പ്ലെയിൻസുമായിട്ട് ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ റെഫറൻസ് പ്ലെയിൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. എക്സ് വൈ സെഡ്. ഈ റെഫറൻസ് പ്ലെയിൻസ് ആ രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സച്ച് ദാറ്റ് ദ ട്രയാങ്കിൾസ് ആർ ഈക്വലി ഇൻക്ലൈൻഡ് ടു ദ റെഫറൻസ് പ്ലെയിൻസ്. അപ്പോൾ അങ്ങനെ ഈക്വലി ഇൻക്ലൈൻഡ് ആണെങ്കിൽ ആ ഡയറക്ഷൻ കൊസൈൻസ് ഈക്വൽ ആയിരിക്കും. Direction cosines of each of these triangular planes. അപ്പോൾ ഈ ഒരു ട്രയാങ്കുലർ ഫേസിനെയാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/√3 ബിക്കോസ് ദിസ് കണ്ടീഷൻ ഈസ് ടു ബി അപ്ലൈഡ്. ഇത് നമ്മൾ മാത്സിൽ പഠിച്ചു കഴിഞ്ഞാൽ LMN എന്ന് പഠിച്ച ഡയറക്ഷൻ കൊസൈൻസ് തന്നെയാണ് ഇത്. കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് പർട്ടിക്കുലർ പ്ലെയിൻ ആൻഡ് ദ റെഫറൻസ് പ്ലെയിൻ. അപ്പോൾ ഈ പ്ലെയിൻസ് നമ്മൾ ഒക്ടാഹെഡ്രൽ പ്ലെയിൻ എന്ന് പറയും. ഈ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ ഒക്ടാഹെഡ്രൽ സ്ട്രെസ് എന്നും പറയും. ഈ XYZ ഡയറക്ഷൻസ് നമ്മൾ പറഞ്ഞു. ഈ XYZ ഡയറക്ഷൻസിനെ നമ്മൾ തൽക്കാലം പ്രിൻസിപ്പൽ ഡയറക്ഷൻസ് ആണ് എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ഡയറക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് 1, 2, 3 ആൻഡ് ഷിയർ സ്ട്രെസ്സസ് ആർ 0. ഷിയർ കമ്പോണൻസ് അലോങ് ദ ആക്സിസ് ആർ 0. ഇനി ഒക്ടാഹെഡ്രൽ പ്ലെയിനിലെ ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത്, ടോട്ടൽ എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് പ്ലസ് വൈ ഡയറക്ഷനിലെ റിസൾട്ടൻ്റ് പ്ലസ് ഇസഡ് ഡയറക്ഷനിലെ റിസൾട്ടൻ്റ്. അപ്പം ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ there will be 3 components. Resultant will be having 3 components acting along the x direction, y direction and z direction. അതിൻ്റെ വെക്ടർ സമ്മാണ് ടോട്ടൽ റിസൾട്ടൻ്റ്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് we can write it as ANX into sigma x, where sigma x is the stress acting along the x direction. നോർമൽ സ്ട്രെസ് ആക്ടിങ് അലോങ് ദ എക്സ് ഡയറക്ഷൻ. അതിൻ്റെ ഡയറക്ഷൻ കൊണ്ട് കൊസൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ ഒക്ടാഹെഡ്രൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് സ്ട്രെസ് ആവുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് ഇക്വേഷനാണ്. ഇനി ഇതുപോലെ മറ്റൊരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ആ റിസൾട്ടൻ്റ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു നോർമൽ സ്ട്രെസ് വെക്ടർ സം ഓഫ് നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. ഓരോ പ്ലെയിനിലും നോർമൽ സ്ട്രെസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് പ്ലെയിൻ ആൻഡ് ഷിയർ സ്ട്രെസ് ടാൻജൻഷ്യൽ ടു ദാറ്റ് പ്ലെയിൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഈ ഇക്വേഷൻ നമുക്ക് വീണ്ടും എഴുതാം. ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു റിസൾട്ടൻറ്റ് മൈനസ് സിഗ്മ എൻ സ്ക്വയർ. ഈ സിഗ്മ എൻ സ്ക്വയർ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? നോർമൽ സ്ട്രെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ഇക്വേഷനാണിത്. ഈ സ്മോൾ എൻ തന്നെ ഉപയോഗിക്കാം, ക്യാപിറ്റൽ എൻ ആ ഒരു ഇക്വേഷൻ എന്നുള്ളത് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. സിഗ്മ എന്നിൻ്റെ എക്സ്പ്രഷനാണിത് ഇൻ ടേംസ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് ദ സ്ട്രെസ് ടെൻസർ ആക്ടിങ് ഓൺ ദ പ്ലെയിൻ. അപ്പോൾ ഇവിടെ നമുക്ക് സിഗ്മ എൻ, ഈ ഷിയർ കമ്പോണൻസ് 0 ആയതുകൊണ്ട് ഈ കമ്പോണൻസ് നമുക്ക് എഴുതണം. ഷിയർ കമ്പോണൻസ് അറ്റ് 0
നമ്മൾ പ്രിൻസിപ്പൽ ഡയറക്ഷനായിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് വൈ സെഡ് ഡയറക്ഷനിൽ ഷിയർ കമ്പോണൻസ് ഇല്ല. അപ്പോൾ നമുക്ക് സിഗ്മ എന്നിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ എൻ എക്സ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ, അത് ഇവിടെ നിന്ന് വരുന്ന ഇക്വേഷനിൽ നിന്ന് സിഗ്മ ആർ സ്ക്വയറിന് പകരം ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. മൈനസ് സിഗ്മ എൻ സ്ക്വയറിന് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. സിഗ്മ എൻ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എ എൻ എക്സിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 1/√3 ആണ്. ഈ 1/√3 സ്ക്വയർ എടുക്കുമ്പോൾ 1/3 ആവും. അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരു 1/3 ഉണ്ട്. 1/3 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ, 1/3 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ, 1/3 ഇൻറ്റു സിഗ്മ ഇസഡ് സ്ക്വയർ. അപ്പോൾ അതിനെ നമുക്ക് ചേർത്ത് ഇങ്ങനെ എഴുതാം. 1/3 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ പ്ലസ് സിഗ്മ ഇസഡ് സ്ക്വയർ. അതുപോലെ അടുത്തത് ഇതിൽ വരുമ്പോഴും എ എൻ എക്സ് സ്ക്വയർ ഉണ്ട്. എ എൻ എക്സ് എന്ന് പറയുന്നത് 1/√3, അതിൻ്റെ സ്ക്വയർ 1/3 ഉണ്ട്. അപ്പോൾ ഇവിടെയും 1/3 ഉണ്ട്. അവിടെ ഈ സിഗ്മ എക്സിനെയും 1/3 കൂടെ ചേർത്ത് സ്ക്വയർ എടുക്കേണ്ടതുണ്ട്. ഈ സ്ക്വയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1/3 നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ തന്നെ പുറത്ത് വരുമ്പോൾ എന്താവും? 1/9 ആവും. ആ 1/9 ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. -1/9. എന്നിട്ട് ആ ബ്രാക്കറ്റിനകത്തുള്ളത് എക്സ്പാൻഡ് ചെയ്തു. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് ഇസഡ് സിഗ്മ ഇസഡ് ഹോൾ സ്ക്വയർ, അത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഈ എക്സ്പാൻഡ് ചെയ്തതിനെ നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് ഇതുമായിട്ട് കൂടെ കമ്പൈൻ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ വി വിൽ റീച്ച് ദിസ് വൺ. ഇതിൽ സിഗ്മ എക്സ് 2 ഉണ്ട്. ഇതിനെ 1/3 ആയിരുന്നത് 1/9 ആക്കി. അപ്പോൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. 1/9 ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ സ്ക്വയർ എന്നുള്ളൊരു ടേം കിട്ടും. അത് എന്താണ്? ടോ എസ്. ഈ ടോ എസ് എന്ന് പറയുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് ആക്ടിങ് അലോങ് ദ ഒക്ടാഹെഡ്രൽ പ്ലെയിൻ. അതിന് നമ്മൾ പുതിയൊരു നൊട്ടേഷൻ യൂസ് ചെയ്യുന്നതാണ് ടോ ഒക്ട്. ഇറ്റ് ഈസ് ദ ഷിയർ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ ഒക്ടാഹെഡ്രൽ പ്ലെയിൻ ഓർ ഒക്ടാഹെഡ്രൽ ഷിയർ സ്ട്രെസ്. ഒക്ടാഹെഡ്രൽ ഷിയർ സ്ട്രെസ്. ആ ഒക്ടാഹെഡ്രൽ ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ് വൈ സെഡ് വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണെങ്കിൽ 1 2 3 എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കാം. അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് ഇക്വേഷൻ ഇങ്ങനെ ആവും. രണ്ടായാലും വിൽ ബി ഗെറ്റിംഗ് ദ സെയിം ആൻസർ. ഇനി നോർമൽ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ ഒക്ടാഹെഡ്രൽ പ്ലെയിൻ. നോർമൽ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാം. അത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷനാണിത്. ഷിയർ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ ഒക്ടാഹെഡ്രൽ പ്ലെയിൻ ക്യാൻ ബി റിട്ടൺ ഇൻ ദിസ് വേ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 എക്സ്പ്രഷൻ, നേരത്തെ ടോ ഒക്ടിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഇത് മറ്റൊരു ഇക്വേഷൻ. ഇത് എന്താണ്? നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ നോർമൽ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ ഒക്ടാഹെഡ്രൽ പ്ലെയിൻ. അതാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ. 1/3 ഇൻറ്റു I1. I1 എന്ന് പറയുന്നത് ഇൻവേരിയൻ്റ് ആണ്. അത് സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 ആണെങ്കിൽ ഉപയോഗിക്കാം. സിഗ്മ എക്സ് വൈ ഇസഡ് ഉപയോഗിക്കാം. ഏതായാലും വി വിൽ ബി ഗെറ്റിംഗ് ദ സെയിം തിങ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്താണ് എക്സ് വൈ സെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഡിഫറൻസ്? ഇതിൽ ഒരു വ്യത്യാസമില്ല. അതേസമയം ഇതിനകത്ത് ഒക്ടാഹെഡ്രൽ ഷിയർ സ്ട്രെസ്സിൽ നമ്മൾ ടെൻസറിലുള്ള ഈ വാല്യൂ കൂടെ ഉപയോഗിക്കണം. അവിടെ എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്? നമ്മൾ നോർമൽ അതായത് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ അത് അസ്യൂം ചെയ്തിട്ട് നമ്മൾ എടുത്താണ്. ആ അസംഷൻ ഇല്ലെങ്കിൽ കൂടെ നമുക്ക്
ഈ കാര്യം ഇതേപോലെ തന്നെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ I1, I2, I3 എന്ന് പറയുന്ന സ്ട്രെസ് ഇൻവേരിയൻസ് ആണ്. അത് XYZ ആക്സസ് എടുത്താലും 1, 2, 3 ആക്സസ് എടുത്താലും അത് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഒക്ടാഹെഡ്രൽ ഷിയർ സ്ട്രെസ് കറസ്പോണ്ടിങ് ഒക്ടാഹെഡ്രൽ നോർമൽ സ്ട്രെസ് രണ്ടും കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻസ് ആണ് ഇവിടെ. അപ്പോൾ ഇത് എൻ്റെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.